പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ അതിസുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ, ഒരു നിരാശയും സങ്കടവും ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തരുന്ന ഒരു നിർദ്ദേശവും ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പഴയ നിയമത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കണം. അതിൻ്റെ 30-ാമത്തെ അധ്യായം പ്രൊവേബ്സ്, അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. മരണം വരെ ഇത് എനിക്ക് നിഷേധിക്കരുതേ എന്ന് പറഞ്ഞ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സുന്ദരമായ അതിശക്തമായ അഭിഷേകം നിറഞ്ഞൊരു വചനമാണ്. 2 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് മരണം വരെ എന്നിൽ നിന്ന് നിഷേധിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ്: അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റണമേ. രണ്ടാമത്തെ കാര്യം, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് നൽകരുതേ. ഒത്തിരി ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ആദ്യത്തെ കാര്യം പെട്ടെന്നൊന്ന് എടുക്കാം. കർത്താവെ, മരണം വരെ ഇത് എനിക്ക് നിഷേധിക്കരുത്. ഒന്നാമത്തെ നിയോഗം എന്താ? എന്നിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് അസത്യമോ വ്യാജമോ എന്നിലേക്ക് വരരുതേ. അസത്യത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും എന്നെ യോജിപ്പിക്കണമേ. നമുക്ക് ഒരുപാട് നുണകൾ കേൾക്കുന്ന ഒരു ലോകമാണ് അല്ലേ? മനുഷ്യർ ചിലപ്പോൾ നമ്മളെ പറ്റിക്കും, വ്യാജങ്ങൾ പറയും, അവർ മുഖം മൂടിയിട്ട് നമ്മുടെ മുമ്പിൽ വരും. ചിലപ്പോൾ മനുഷ്യർ നമ്മളെ പറ്റിച്ച് പാലം കടത്തും, ചില ഫേക്ക് പ്രോമിസസുകളൊക്കെ തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവെ, അസത്യത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ചില ആളുകൾ വന്ന് പറയുന്നത് ഇത് പറ്റിക്കാനാണെന്നും ചിലപ്പോൾ നുണയാണെന്നും ഇത് ഫേക്ക് പ്രോമിസുകളൊക്കെ ആണെന്നും ഒക്കെ തിരിച്ചറിയാൻ ഒരു ബോധ്യം, ഒരു ഉൾക്കാഴ്ച, ഒരു ജ്ഞാനം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ ആളുകൾ തട്ടിപ്പും ഉടായ്പും നുണകളും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ അത് എന്നെ തൊടാതെ അങ്ങ് എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്: ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ഇത് രണ്ടും നമുക്ക് ആഗ്രഹമുണ്ടോ? സമൃദ്ധി ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു തരുന്നുണ്ട്, അന്നൊന്ന് വേണ്ട ഒരു ആഹാരം എനിക്ക് ആവശ്യമായത് മാത്രം എനിക്ക് തരണമെന്ന്. അതിനകത്തൊരു റീസണും കൂടെ തുടർന്നിങ്ങനെ പറയുന്നുണ്ട്: ദാരിദ്ര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കള്ളത്തരമൊക്കെ കാണിച്ചേക്കാം, അത് അങ്ങയുടെ പേരിന് ഞാൻ ദോഷം ഉണ്ടാക്കിയേക്കാം. ഞാൻ ഈശോയെ വിശ്വസിക്കുന്നു, വചനം കേൾക്കുന്നു, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, പക്ഷെ ഞാൻ കള്ളത്തരമൊക്കെ കാണിച്ചത് എനിക്കല്ലല്ലോ നാണക്കേട്. എന്നെക്കാട്ടും വലുതായിട്ട് എൻ്റെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിന് നാണക്കേടാണ്. അതുകൊണ്ട് എനിക്ക് ദാരിദ്ര്യം, ഇല്ലായ്മ, വല്ലാത്തൊരു കുറവുകളൊന്നും തരരുതേ. ഞാൻ അത് മാറാൻ വേണ്ടി ചില തട്ടിപ്പുകളും പരിപാടികളൊക്കെ കാണിച്ച് അങ്ങയുടെ പേര് ദൂഷിക്കാൻ ഇടയാകും. അതുകൊണ്ട് ദാരിദ്ര്യം എനിക്ക് തരരുത്. രണ്ടാമത്തെ കാര്യം, സമൃദ്ധി, വലിയ സമ്പത്ത് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: വലിയ സമ്പത്ത് സമൃദ്ധിയൊക്കെ വന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങയെ മറന്നു പോയേക്കാം, കർത്താവ് ആരാന്നൊക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ട് എനിക്ക് സമൃദ്ധിയും വേണ്ട, ദാരിദ്ര്യവും വേണ്ട, എനിക്ക് ആവശ്യത്തിനുള്ളത് കർത്താവ് എനിക്ക് തരണേന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട്, ഈശോയുടെ മക്കളായതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സ്വർഗ്ഗസ്ഥനായ പിതാവെ പഠിപ്പിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ: അന്നൊന്ന് വേണ്ട ആഹാരം, ഡെയിലി ബ്രെഡ്, എനിക്ക് ഇന്ന് വേണ്ടത് ഈശോയെ നീ എനിക്ക് തന്നാൽ മതി, നാളെ വേണ്ടത് നീ എനിക്ക് തരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒന്ന് നന്നായിട്ട് ചൊല്ലിക്കോ. ജീവിതകാലം വരെ, ജീവിതാവസാനം വരെ, മരണം വരെ എനിക്ക് ഇത് നിഷേധിക്കരുതെന്ന് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം എന്താ? മറന്നുപോലെ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റണമേ. രണ്ടാമത്തെ കാര്യം, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ, എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാഗത്തുനിന്നും ശ്രദ്ധിക്കണം, ഒരു അസത്യത്തിനും ഒരു വ്യാജത്തിനും നമ്മൾ കൂട്ടു നിൽക്കുകയോ അതിൻ്റെ ഒരു ഏജൻ്റായിട്ട് നിൽക്കുകയോ ചെയ്യാതെ വിശുദ്ധിയിൽ, സത്യസന്ധതയിൽ, കർത്താവിന് മുമ്പിൽ ഏറ്റവും പരിശുദ്ധിയിലായിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ വചനം നിങ്ങളെ അതിന് ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.